ഹലോ ഗായ്സ്, ഞാനും എൻ്റെ ഫ്രണ്ടും കൂടെ പൂരത്തിന് പോകാട്ടോ, ഞങ്ങളുടെ കൊല്ലം പൂരത്തിന്. അപ്പോൾ ഞാൻ ജിമ്മിനൊക്കെ പോയിട്ട് വന്ന് വേഗം റെഡിയായി ഇറങ്ങുകയാണ്. ഇപ്പോൾ തന്നെ നല്ല ലേറ്റ് ആയിട്ടുണ്ട്, നല്ല ഒരു 7:30-8 മണി ആയിട്ടുണ്ട്. അപ്പോൾ തന്നെ റോഡിലെല്ലാം തിരക്കായി. ഞങ്ങൾ കുറച്ച് ദൂരെയാണ് വണ്ടി കൊണ്ടുവന്ന് വെച്ചത്, എന്നിട്ട് അങ്ങോട്ടേക്ക് നടക്കുകയാണ്. നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. ആ റോഡ് വഴിയൊന്നും വണ്ടിയൊന്നും വിടാത്തതുകൊണ്ട് ഇങ്ങനെ നിരന്നങ്ങ് നടക്കായിരുന്നു. പിന്നെ അതിൻ്റെ ഇപ്പുറത്തെ സൈഡിൽ നിന്ന് വണ്ടികൾ വരുന്നുണ്ട്, എന്നാൽ അപ്പുറത്തെ സൈഡിൽ നിന്ന് വണ്ടി വിടുന്നില്ല. അതുകൊണ്ട് ഞങ്ങൾ അപ്പുറത്തെ സൈഡിൽ നിന്ന് ഇറങ്ങിയിട്ട് പിന്നെ നടക്കാൻ തുടങ്ങി കേട്ടോ. നല്ല രസമായിരുന്നു, എല്ലാവരും ഇങ്ങനെ വായി നോക്കി നടക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ഇങ്ങോട്ടേക്ക് ആൾക്കാർ പൂരമൊക്കെ ഒരുവിധം കണ്ടിട്ട് ആൾക്കാർ പൊക്കോണ്ടിരിക്കുകയാണ്. കുറേ പേര് അങ്ങോട്ടും പോകുന്നു. ഞങ്ങൾ അവിടെ ചെന്നപ്പോഴത്തേക്ക് 7:45 ആയിട്ട്. അപ്പോൾ ഞങ്ങളുടെ ഫ്രണ്ട്സ് അവിടെ ഉണ്ടെന്ന് അറിഞ്ഞിട്ട് ഞങ്ങൾ അവരെ അടുത്തോട്ട് പോയിട്ട് അവരെ തിരക്കി ഇങ്ങനെ നടക്കുകയാണ്. അവിടെ ഉണ്ടെന്ന് അറിഞ്ഞിട്ട് അങ്ങനെ അവരെല്ലാവരെയും കണ്ട് പിന്നെ അവരുമായിട്ടൊക്കെ സംസാരിച്ച് പിന്നെ പൂരം കാണുക എന്നുള്ളതൊക്കെ ഞങ്ങളങ്ങ് മറന്നു. പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് കുറേ സംസാരവും കാര്യങ്ങളൊക്കെ ആയിരുന്നു. ഇതാണ് എൻ്റെ കൂടെ വന്ന ഫ്രണ്ട് നീതു. ഇവളുടെ എൻഗേജ്മെൻ്റ് ആണ് സൺഡേ. അപ്പോൾ അതിൻ്റെ വ്ളോഗൊക്കെ ഉടനെ തന്നെ വരും. ഇതാണ് ഞങ്ങളുടെ കൊപ്ര ആസിഫ് എന്നാണ് പറയുക. ഇവ ഓരോന്നൊക്കെ പറയുന്നത് ഞാൻ ചിരിക്കുകയാണ് കേട്ടോ. അങ്ങനെ അവിടെയൊക്കെ നിന്ന് വ്ളോഗ് എടുത്ത് ഇവന്മാരാണെങ്കിൽ ഇതാണ് ശ്രീദേവിനെ അറിയാമായിരിക്കും, എൻ്റെ വ്ളോഗൊക്കെ കാണുന്നവർക്ക് അറിയാമായിരിക്കും. ഇടയ്ക്ക് അവിടെ ഇവിടെയൊക്കെ വരാറുണ്ട്. അപ്പോൾ ഇവന്മാർക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ വ്ളോഗിൽ വരാനൊക്കെ. ഇപ്പം നിങ്ങൾക്ക് കാണാൻ പറ്റും, വ്ളോഗിൽ തൊഴുതുകൊണ്ട് നിൽക്കുക എല്ലാവരും കൂടെ. ഇതാണ് ഹരിയുടെ വൈഫാണ് തൊട്ടപ്പുറം നിൽക്കുന്നത്. ഹരിയുടെ വെഡ്ഡിങ് വ്ളോഗൊക്കെ നമ്മൾ ഇട്ടിട്ടുണ്ട്, നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഏതാണ്ട് തൊഴുതുകൊണ്ട് നിൽക്കുകയാണ് കേട്ടോ. എന്തൊക്കെയോ പറയുന്നുണ്ട്, എനിക്ക് എന്താണെന്നൊന്നും അറിയാൻ വയ്യ. ഞാൻ വോയിസ് ഒന്നും കൊടുക്കുന്നത് വെച്ചാൽ ഭയങ്കര ബഹളമാണ്, പൂരമാണല്ലോ. അപ്പോൾ പിന്നെ വന്നത് പൂരത്തിനായതുകൊണ്ട് പൂരം കാണണമല്ലോ എന്ന് വെച്ചിട്ട് ഫ്രണ്ടിൽ പോയി നിന്നു. ഞാൻ ആദ്യമായിട്ടാണ് പൂരം കാണാൻ വരുന്നത്, കൊല്ലംകാരിയായിട്ട് ആദ്യമായിട്ട് പൂരം കാണുന്നതെന്ന് പറഞ്ഞാൽ ആരും കളിയാക്കരുത്. കാരണം വെച്ചാൽ എന്നെ വീട്ടിൽ നിന്ന് അങ്ങനെ കൊണ്ടുവന്നിട്ടില്ല, ഭയങ്കര തിരക്കായതുകൊണ്ട് പോകണ്ടെന്നൊക്കെ പറയാം, അല്ലെങ്കിൽ ആ ചെറിയ പ്രായത്തിലൊന്നും കൊണ്ടുവന്നിട്ടില്ല. ഞാനൊട്ട് വന്നിട്ടില്ല. പിന്നെ വരാൻ പ്ലാൻ ചെയ്തപ്പോഴൊന്നും എനിക്ക് വരാനും പറ്റിയിട്ടില്ല. അങ്ങനെ നമ്മുടെ പൂരമൊക്കെ തകൃതിയായിട്ട് നടക്കുകയാണ്. അപ്പുറത്തെ സൈഡും ഇപ്പുറത്തെ സൈഡും ഓരോന്നും ഇങ്ങനെ കാണിക്കുന്നുണ്ട്, ഓരോ ഫോട്ടോകളും മയിൽ അങ്ങനെ ഓരോന്നൊക്കെ കാണിക്കുന്നുണ്ട്. നല്ല ഭംഗിയുണ്ട് കാണാൻ. ജനത്തിരക്കായിരുന്നു കണ്ടോ. കുറേ പേര് പോയിട്ട് നല്ല തിരക്കുണ്ടായിരുന്നു. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് ഇങ്ങനെ പൂത്തിരിയൊക്കെ കത്തിച്ചു. അതൊക്കെ കാണാൻ നല്ല രസമുണ്ടായിരുന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ സാധനം. ജനത്തിരക്ക് കണ്ടോ, ആ മൈതാനം ഫുള്ള് ആശ്രാമ മൈതാനത്താണ് ഇത് നടക്കുന്നത്. ഇതിൻ്റെ ഐതിഹ്യമൊന്നും എനിക്ക് പറഞ്ഞു തരാൻ അറിയത്തില്ല. 2 അമ്പലമാണ്, കൊട്ടാരക്കുളവും പിന്നെ നമ്മുടെ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രാശ്രമത്തെ. രണ്ടിടത്തെ ഉത്സവം പ്രമാണിച്ചാണ് നടക്കുന്നതെന്നാണ് എനിക്ക് അറിയാൻ സാധിച്ചത്. എനിക്ക് ഡീറ്റെയിൽ ആയിട്ടൊന്നും അറിയത്തില്ല. ഞാൻ പൊട്ടത്തെറ്റാ പറയുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്തിട്ട് അറിയാവുന്നവർ. അപ്പം ഇത് മത്സരമാണോ എന്നും എനിക്കറിയത്തില്ല. സാധാരണ തൃശ്ശൂർ പൂരമൊക്കെ മത്സരമായിട്ടല്ലേ നടക്കുന്നത്. അത് കഴിഞ്ഞിട്ട് ചെണ്ടക്കാരെല്ലാം വന്നിട്ട് സ്റ്റേജിൽ കയറിയിട്ട് ചെണ്ടോട്ടി വൈബ് സാധനമായിരുന്നു കേട്ടോ. ഞങ്ങൾ ഭയങ്കരമായിട്ടും വൈബ് അടിച്ചു. അതിൻ്റെ വീഡിയോ ഞാൻ ഷോർട്സ് ആയിട്ട് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, ഞാൻ ഇതിലും കാണിച്ചു തരാം കേട്ടോ. എല്ലാവരും ഭയങ്കര രസമാണ്. ഞാൻ കുറച്ച് പോഷൻ നിങ്ങൾക്ക് കേൾപ്പിച്ചു തരാം. അങ്ങനെ പൂരത്തിൻ്റെ പരിപാടിയൊക്കെ ഒരുവിധം കഴിഞ്ഞു കേട്ടോ. അതിൻ്റെ ഇടയ്ക്ക് ഞങ്ങൾ ഐസ്ക്രീം ഒക്കെ കുടിക്കുന്നുണ്ട്. ഇതാരാ എടുത്തതെന്ന് എനിക്ക് ഓർമ്മയില്ല കേട്ടോ. ആരെയോ കയ്യിൽ ഞാൻ ഫോൺ കൊടുത്തിട്ട് വീഡിയോ എടുത്ത് തരാൻ പറഞ്ഞു. അപ്പോൾ ആരോ എടുത്തതാണ്. അപ്പോൾ അവിടെ സൈഡിലായിട്ടാണ് ഞങ്ങൾ മാറിയിരിക്കുകയായിരുന്നു കേട്ടോ. ഞങ്ങൾക്ക് ഫ്രണ്ടിലേക്ക് ഇറങ്ങി നിന്നാൽ മാത്രമേ പൂരം കാണാൻ പറ്റത്തുള്ളൂ. പക്ഷേ ഞങ്ങൾ സൈഡിൽ നിന്ന് കാര്യമൊക്കെ പറഞ്ഞ് ഫ്രണ്ട്സായിട്ടൊക്കെ ചില്ലാവുമായിരുന്നു. അപ്പോഴാണ് ദൈവം വന്നത് കേട്ടോ. ശ്രീദേവ് കുറേ കഴിഞ്ഞാണ് വന്നത്. അവൻ ഞങ്ങളോട് ജോയിൻ ചെയ്യുക ചെയ്തത്. ഞങ്ങൾ ഇവിടെ ഉണ്ടെന്ന് പറഞ്ഞപ്പോഴത്തേക്ക് അവൻ വന്നു. അവന് ജോലിയൊക്കെ ഉണ്ടായിട്ട് അതിൻ്റെ തിരക്കിലൊക്കെയാണ്, വലിയ പുള്ളിയാണ്. ഞങ്ങൾ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾ എല്ലാവരും ബ്ലാക്ക് ആൻഡ് വൈറ്റ് പറഞ്ഞൊന്നും ഇട്ടല്ല, എല്ലാവരും ബ്ലാക്ക് അല്ലെങ്കിൽ വൈറ്റ് അല്ലെങ്കിൽ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഇങ്ങനെയാണ് എല്ലാവരും ഡ്രസ്സ് ഇട്ടിരുന്നത്. അത് ഞങ്ങൾക്ക് അവിടെ ചെന്നപ്പോൾ ഒരു അതിശയം. ഞാൻ നീതും പറഞ്ഞിട്ടേ അല്ല ഇട്ട്, ഞങ്ങൾ രണ്ടുപേരും കണ്ടപ്പോൾ ഒന്ന് ഞെട്ടി. അപ്പോൾ അവിടെ നിന്ന് കുറേ വീഡിയോസും ഒക്കെ എടുത്തു കിട്ടുക. പൂരം എന്ന് പറയുമ്പോൾ ഇതല്ലേ ഉള്ളൂ വീഡിയോസ് എടുക്കും. പിന്നെ കുറേ ലൈറ്റ് സെറ്റിങ്സും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. ഇത് ഞാൻ ഇടയ്ക്കൊന്ന് കാണിച്ചായിരുന്നല്ലോ. ഇങ്ങനെ കുറേ പൂത്തിരിയൊക്കെ കത്തിച്ചു. അത് കഴിഞ്ഞ് പിന്നെ ചെണ്ടമേളത്തിന് താളം പിടിക്കാമെന്ന് പറഞ്ഞുള്ള രീതിക്ക് ഞങ്ങൾ പോയി നിൽക്കുകയായിരുന്നു. ഭയങ്കര തകൃതിയായിട്ടുള്ള സ്ലോമോ ചെണ്ടമേളമായിരുന്നു. പിന്നെ നല്ല ആവേശത്തിലുള്ള ചെണ്ടകൊട്ടായിരുന്നു. അത് കേൾക്കുമ്പോൾ നമുക്ക് തന്നെ തുള്ളാൻ തോന്നും. ഈ ബലൂൺ വെച്ചിട്ട് ആക്കുന്നതാണ് നല്ല രസമായിരുന്നു കേട്ടോ. കുറേ പേര് ഫ്രണ്ടിൽ നിന്നിട്ട് ബലൂൺ വെച്ചിട്ട് ഇങ്ങനെ കളിക്കുന്നുണ്ടായിരുന്നു. അത് കാണാൻ നല്ല രസമായിരുന്നു. പിന്നെ ഞങ്ങളും വൈബ് പിടിച്ചു. ഞങ്ങൾ വൈബ് പിടിക്കുന്നുണ്ടപ്പോൾ പിന്നെ അവിടെ മൊത്തം ഞങ്ങളുടെ ചുറ്റും നിന്നൊരു വൈബ് പിടിച്ചു. പിന്നെ അവിടെ മൊത്തം ഡാൻസ് കളിയായി മാറി. അങ്ങനെ പൂരത്തിൻ്റെ കലാശക്കൊട്ടൊക്കെ കഴിഞ്ഞു കേട്ടോ. എല്ലാവരും ചെണ്ടമേളമൊക്കെ നിർത്തി നമ്മൾ നല്ല വൈബൊക്കെ അടിച്ച് സെറ്റായി. സമയം ഒരു 10 മണിയൊക്കെ ആയിട്ടുണ്ട് കേട്ടോ. അപ്പോഴത്തേക്ക് ഞങ്ങൾ വിചാരിച്ചു എന്തായാലും വൈബ് കഴിഞ്ഞല്ലോ, ഇനി ഗാനമേള ഉണ്ട്. അപ്പോഴത്തേക്കും ഞങ്ങൾ വിചാരിച്ച് പോയേക്കാമെന്ന് വിചാരിച്ച്. ഗാനമേള ഒന്നും കാണാൻ നിൽക്കാനുള്ള ഒരു ക്ഷമ ഞങ്ങൾക്കില്ല. കുറേ നേരമായിട്ട് ഈ ഒരൊറ്റ നിപ്പ് നിൽക്കുകയാണ്. അത് ഞങ്ങൾ എല്ലാവരും കൂടെ പുറത്തേക്ക് പോകാമെന്നുള്ള രീതിക്ക് നിൽക്കുകയാണ്. അവിടെ നോക്കിയപ്പോൾ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ പോകുന്നുണ്ട്. ഈ അടുത്ത ഗാനമേള എന്ന് പറഞ്ഞാൽ ശ്രീനാഥിൻ്റെ ആയിരുന്നു കേട്ടോ. നമ്മളെ ഐഡിയ സ്റ്റാർസ് ഇങ്ങനെ ശ്രീനാഥിൻ്റെ. പക്ഷേ നിൽക്കണമെന്നുണ്ട്, പക്ഷേ ഒട്ടും വയ്യ. എന്നാൽ പിന്നെ എല്ലാവരും തന്നെ ടാറ്റ ബൈ ബൈ ഒക്കെ പറഞ്ഞു. എല്ലാവരും ഉണ്ട് കേട്ടോ. ഞങ്ങളുടെ എല്ലാ ഫ്രണ്ട്സിനും അവിടെ വെച്ചിട്ട് കാണാൻ പറ്റി. അത് ഞങ്ങൾ
ഞങ്ങൾ ഭയങ്കര ഹാപ്പി ആയിരുന്നു. അങ്ങനെ എല്ലാവരും ടാറ്റ എനിക്ക് വ്ളോഗൊക്കെ ടാറ്റയൊക്കെ പറഞ്ഞിട്ട് പോവാണ്. വഴിയിലേക്ക് പോയി കഴിഞ്ഞാൽ പലരുടെയും വണ്ടി പലയിടത്താണ് ഇരിക്കുന്നത്. അങ്ങനെ പോകുന്ന വഴിക്ക് ഹരിയും ഞങ്ങളും കൂടെയൊക്കെ അവിടുന്ന് കപ്പലണ്ടിയൊക്കെ മേടിക്കാമെന്ന് പറഞ്ഞ് കയറി. അതിൻ്റെ ഇടയ്ക്ക് നീതും മിഠായിയും അവൻ കപ്പലണ്ടിയൊക്കെ മേടിച്ചു. കുറേ ബജ്ജിക്കട ഉണ്ടായിരുന്നു കേട്ടോ. ഇടയ്ക്ക് ഞങ്ങൾ ബജ്ജിയൊക്കെ കഴിച്ചു. ഓരോരുത്തർ പോയി ഓരോന്ന് മേടിച്ചുകൊണ്ട് വരുന്നുണ്ടായിരുന്നു. ഒരു കൂട്ടം ഐസ്ക്രീം, ഒരു കൂട്ടം പോയിട്ട് ബജ്ജി, അങ്ങനെ എല്ലാം ഞങ്ങൾ ടേസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ പോകുന്ന വഴിക്ക് എന്തെങ്കിലും കഴിച്ചുകൊണ്ട് പോകാമെന്നും പറഞ്ഞ് അവൻ ഞങ്ങൾക്ക് കപ്പലണ്ടി വാങ്ങി തന്നു. അതൊക്കെ നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ കപ്പലണ്ടി. അങ്ങനെ പോകുന്ന വഴിക്ക് ഞങ്ങൾ അതെല്ലാം കൂടെ പറക്കി തിന്നങ്ങോട്ട് നടക്കാമെന്ന് വിചാരിച്ചു. ഈ ലവളാണെങ്കിൽ പോയിട്ട് ജീരക മുട്ടായി എന്തോ മേടിച്ചു. അതുമൊക്കെ തിന്നുകൊണ്ട് ഞങ്ങൾ ഇങ്ങനെ കാര്യമൊക്കെ പറഞ്ഞ് നടക്കുകയാണ്. അങ്ങോട്ടേക്ക് നടന്നപ്പോൾ ഇത്രയും ദൂരം നിന്ന് തിരിച്ച് നടക്കാൻ നല്ല പാടായിരുന്നു കേട്ടോ. കാരണം ഇത്രയും നേരം നിന്നിട്ട് കാല് കഴിച്ചൊടിയായിരുന്നു. ഞങ്ങൾ പിന്നെ കുറേ ഗോസിപ്പും കുറേ എന്തൊക്കെയോ പറഞ്ഞ് പോവാണ്. എന്തൊക്കെയാ പറയുന്നത് ഞങ്ങൾക്ക് തന്നെ അറിയത്തില്ല. കുറേ കഥകളും ഒക്കെ പറയുകയാണ്. പിന്നെ ഇവളുടെ എൻഗേജ്മെന്റ് ആണല്ലോ ഞായറാഴ്ച. അപ്പം അതിൻ്റെ കാര്യങ്ങൾ എടുത്ത് ഞങ്ങൾ നേരെ വീട്ടിലേക്ക് പോവുകയാണ് കേട്ടോ. അത്രേ ഉള്ളൂ വീഡിയോ. അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും. ബൈ ബൈ.